ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഒരു സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ സൂര്യനൊക്കെ വന്നോന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബെഡിൽ നിന്ന് ഞാൻ എണീക്കുകയാണ്. എണീറ്റിട്ട് നേരെ പോയിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടി പോവാട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഇനി ആ ഉറക്കച്ചടപ്പൊന്ന് കളയണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യണമല്ലോ. അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പേസ്റ്റ് ക്ലോസപ്പിൻ്റെ കേട്ടോ. ക്ലോസപ്പ് എൻ്റെ ഫേവറേറ്റ് പേസ്റ്റാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പേസ്റ്റാണ്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആട്ടോ ഇത്. ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 ലോങ് വീഡിയോ. പക്ഷേ അത് എന്താ പറയണ്ടേ, 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ ഉള്ളൂ. ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ചാനലിലേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്ത ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷ് ആട്ടോ. അത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്. അങ്ങനെ ബെഡിൽ പുതപ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു, ഒന്നും മടക്കി വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പുതപ്പൊക്കെ എടുത്ത് സെറ്റാക്കി മടക്കിയൊക്കെ വെച്ചു. അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ പോയിട്ട് ചായ ഇടുക കേട്ടോ. ഞാൻ ഗ്രീൻ ടീ ആണ് കുടിക്കണത് രാവിലെ, മറ്റേ പാൽ ചായ ഒന്നുമല്ല. അപ്പം ഗ്രീൻ ടീക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുറച്ചു നേരം ബാൽക്കണി നിന്നിട്ട് സൂര്യപ്രകാശമൊക്കെ, കുറച്ച് വിറ്റാമിൻ ഡി വേണമല്ലോ, അങ്ങനെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ അടിച്ച് അവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് എൻ്റെ ടേബിളിൽ വന്നിട്ടിരുന്നു. അപ്പം ഇന്നത്തെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പോകട്ടോ. അപ്പം എൻ്റെ കുഞ്ഞ് ഡയറിക്കകത്താണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അപ്പം അതിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടേബിളിൽ ഞാനൊരു ബോട്ടിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം നിറച്ച് വെക്കട്ടോ. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഞാനത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിക്കും. അപ്പം ഇതിങ്ങനെ സ്ട്രോ ഉള്ളത് കൊണ്ട് കുടിക്കാൻ എളുപ്പമായതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ അങ്ങ് കുടിച്ചോളും. അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതാൻ സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം കുടിക്കാനുള്ള എളുപ്പവും കൂടി കാരണം ഞാൻ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി ഞാൻ നേരെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം നടക്കാൻ പോകുന്ന ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വെച്ചു. നോക്കൂ ഗൈസ്, എൻ്റെ ടേബിൾ കാണാൻ എന്ത് ഭംഗിയാണ്. ആ സൺലൈറ്റ് അടിച്ചിട്ട് ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ പോകുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീൻ, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഒരു കൂട്ടത്തിൽ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ആവാം. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. കാരണം ഞാൻ ഇറങ്ങിയതൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും ഇടണം. അപ്പം അതെല്ലാം ഇട്ട് സെറ്റായി കുറച്ചുകൂടി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി ഡോറൊക്കെ ക്ലോസ് ചെയ്യുവാണ്. അപ്പം 2 ലോക്കുണ്ട് ഗൈസ്. അതൊക്കെ ചെയ്തിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങാൻ സെറ്റാവുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നടക്കാൻ വേണ്ടി പോകുമ്പം. അപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്നതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നല്ല സ്പേസ് ഉണ്ട് നടക്കാൻ വേണ്ടി. അപ്പം അവിടെ തന്നെയാണ് ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാക്ക കിടന്നിട്ട് കാറുന്നുണ്ട് ഗൈസ്. അതൊന്ന് ഇഗ്നോർ ചെയ്യണം. കാരണം ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിർത്തുന്നു, ബട്ട് അത് നിർത്തുന്നില്ല.
ഇപ്പം നിർത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ലേസ് കഴിഞ്ഞു. അപ്പോൾ ലേസ് കെട്ടിയിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പം അവിടെ തന്നെ കുറച്ച് മീനിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ മീനിനെയൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അതിൽ കുറേ മീനുകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഓറഞ്ച് കളർ, അതെന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം വലുപ്പമുണ്ട് ആ മീനിന്. പിന്നെ അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പോലെ ആദ്യമായിട്ട് കാണുന്നത് പോലെയായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ. അതാരും മൈൻഡ് ചെയ്യണ്ട. അപ്പം അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നടക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് ഇനി ആരും പരാതി പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നടന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ദേ പോന്നു ഞാൻ. ക്യാമറ ഇവിടെ ഇരുന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അത്യാവശ്യം ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ. ഒരു 7 റൗണ്ടൊക്കെ ഞാൻ നടന്നിട്ട് തന്നെ തിരിച്ച് ഞാൻ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി ഞാൻ വിചാരിച്ച അത്ര എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വൈകുന്നേരം കൂടി നടക്കാൻ ഇറങ്ങുന്നുണ്ട്. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ആണ് ഇറങ്ങിയത്. അപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയതുണ്ട്. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഷൂ ഒക്കെ ഊരിയിട്ട് നേരെ എൻ്റെ ടേബിളിലോട്ട് പോയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒന്ന് വിയർപ്പ് താഴുന്നത് വരെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബുക്ക് വായിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികൾ. അപ്പം ഞാൻ വീണ്ടും വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരെ എൻ്റെ ബുക്ക് എടുത്ത് വായിക്കുകയാണ്. ഞാൻ വായിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പകുതിയെല്ലാം മുക്കാലായിട്ടുണ്ട് ആ ബുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. ഇന്നുകൊണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഇന്ന് വായിക്കാൻ പറ്റുന്ന അത്രയും വായിച്ചിട്ട് വെക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.